ഇസ്രായേലിന് അതികഠിനമായിരിക്കുന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ യമൻ നൽകിയിരിക്കുന്നത്. ഇസ്രായേലിന് ഇനി കറുത്ത ദിനമാണ് വരാനുള്ളതെന്നും നെതന്യാഹുവിൻ്റെ മരണമണി മുഴങ്ങുമെന്നുമാണ് ഇസ്രായേലിനുള്ള മുന്നറിയിപ്പ്. അതോടൊപ്പം തന്നെ രാജ്യത്തിലെ പൗരന്മാർ സുരക്ഷാ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നീങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുകൂടി യമൻ കൂട്ടിച്ചേർത്തു. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അപ്പാടെ ഭയപ്പെട്ടിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് സർവ്വ മേഖലയിൽ നിന്നും ഉള്ളത്. ഇറാന്റെ ഭാഗത്തുനിന്ന് ഒരു ഭീഷണി, യമന്റെ ഭാഗത്ത് മറ്റൊരു ഭീഷണി, ഗസയിൽ ഇപ്പോൾ ഇസ്രായേലിന് വലിയ രീതിയിലുള്ള തിരിച്ചടി. അങ്ങനെ ആകെ കൂടെ രാജ്യത്തിലെ പൗരന്മാർക്ക് ഒരു സുരക്ഷിതത്വം നൽകാൻ സാധിക്കാത്ത വിധം പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേൽ മാറിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെയാണ് മണ്ടത്തരം എന്ന രീതിയിൽ യമന് നേരെ പ്രകോപനപരമായിരിക്കുന്ന ആക്രമണം നടത്തിക്കൊണ്ട് അവിടുത്തെ പ്രധാനമന്ത്രിയെയും ബന്ധപ്പെട്ട അധികാരികളെയും കൊലപ്പെടുത്തിയുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള തിരിച്ചടിക്കും യമൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്റലിജൻസ് റിപ്പോർട്ടാക്കി പുറത്തുവിടുകയും ചെയ്തു. ക്ലസ്റ്റർ ബോംബ് പ്രയോഗിച്ചിട്ടുണ്ട് എന്ന് ഇതാദ്യമായിട്ട് യമൻ സ്ഥിരീകരിച്ചു. ഇസ്രായേലിൻ്റെ അകത്ത് തങ്ങൾ ഉപയോഗിച്ചത് ക്ലസ്റ്റർ ബോംബ് തന്നെയാണെന്നും അതൊരു തുടക്കമാണെന്നും ആവർത്തനമുണ്ടാകുമെന്നും ഒരു മുന്നറിയിപ്പായിട്ട് ഇസ്രായേൽ നൽകിയിരിക്കുകയാണ്. ഏതെങ്കിലും നേതാക്കന്മാരെ കൊലപ്പെടുത്തിയത് കൊണ്ട് ഏത് രാജ്യത്തെ വിപ്ലവമാണ് അവസാനിച്ചത്, അതല്ലെങ്കിൽ പ്രതിരോധമാണ് ഇല്ലാതായത് എന്ന് മണ്ടന്മാരായിരിക്കുന്ന ഇസ്രായേലിൽ മനസ്സിലാക്കണം എന്ന് നെതന്യാഹുവിനോടായിട്ട് യമൻ പറയുകയും ചെയ്തു. 2 വർഷത്തോളമായി ഈ പാലസ്തീനുമായിട്ടുള്ള വിഷയത്തിൽ ഇസ്രായേൽ ഇടപെടുന്നു, വലിയ ആക്രമണങ്ങൾ നടത്തുന്നു, ഒരുപാട് ഹമാസിന്റെ നേതാക്കന്മാർ കൊലപ്പെടുത്തി. എന്നിട്ട് പ്രതിരോധത്തിന് എന്തെങ്കിലും ഇളവുകളുണ്ടായോ, കുറവുകളുണ്ടായോ, ഏതെങ്കിലും ബലം കുറഞ്ഞോ? ഇല്ല എന്ന് മാത്രമല്ല, ശക്തമായ രീതിയിൽ അവരിപ്പോൾ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? അത് മറക്കാൻ പറ്റാത്ത കാര്യമാണ്. ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ വിശദീകരണ കുറിപ്പുമായിട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ പല മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ചില പ്രദേശങ്ങളെ എണ്ണിക്കൊണ്ട് തന്നെ തെലവീവുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രദേശങ്ങളെ എണ്ണിക്കൊണ്ട് തന്നെ അവർ പറയുന്നു, ഈ മേഖലയിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു പോവുക. കാര്യം എന്ന് പറയുന്നത്, ഇസ്രായേൽ ഗവൺമെൻറ് ചെയ്യുന്ന ഈ പ്രാകൃതമായിരിക്കുന്ന പ്രവൃത്തിക്ക് ആ രാജ്യത്തുള്ള എല്ലാ പൗരന്മാരും പിന്തുണയില്ല എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം. ഒരുപാട് നിരപരാധികൾ അവിടെ ഉണ്ട്, അവരെ കൊലപ്പെടുത്തണം എന്നുള്ളത് ഞങ്ങളുടെ ഉദ്ദേശമല്ല. അതുകൊണ്ട് തന്ത്രപ്രധാനമായിരിക്കുന്ന മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഉറപ്പായിട്ടും അക്രമം ഉണ്ടാകും, സംശയം ആ മേഖലയിൽ നിന്ന് പിരിഞ്ഞു പോകുന്നതാണ് നല്ലത് എന്നൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ഇതോടുകൂടി ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ചില ആളുകളൊക്കെ പിന്മാറുന്നുണ്ട്, അല്ലെങ്കിൽ ഒഴിഞ്ഞു പോകാൻ ശ്രമം നടത്തുന്നുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തു വരികയാണ്. ഹമാസിന്റെ നേതാക്കളെയും അതേപോലെ തന്നെ അതിന്റെ പരാമർശത്തിന്റെ ഭാഗത്തായി ഇറാനെ കുറിച്ചും പറയുന്നുണ്ട്. ഇറാനിന്റെ സൈനിക കമാൻഡർമാരെയും ശാസ്ത്രജ്ഞരെയും അടക്കം ഒരുപാട് പേരെ കൂട്ടക്കൊല നടത്തി. എന്നിട്ട് ഇറാന്റെ പ്രതികാരവാജ്ഞക്കോ പ്രതിരോധത്തിനോ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട താല്പര്യത്തിനോ ഒരു കുറവ് വന്നിട്ടില്ല എന്ന് മാത്രമല്ല, തിരിച്ചടി കഠിനമായിരിക്കുകയാണ് വീണ്ടും ഉണ്ടായത്. ഓരോരോ ദിവസം 13-ാം തീയതി യുദ്ധം ആരംഭിച്ച് 25-ാം തീയതി യുദ്ധം അവസാനിക്കുന്നതിൻ്റെ ഓരോരോ ദിവസം ഇറാൻ ശക്തി കൂടിക്കൂടി വരുന്നത് ലോകം കൃത്യതയോട് കൂടി തന്നെ ദർശിച്ചതാണ്. സമാന സ്ഥിതി തന്നെയാണ് യമനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവാനുള്ളത്. ഗാസയിലെ സെയ്ത്തൂൺ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പരാമർശത്തിൻ്റെ ഭാഗം കൂടി അവർ കൂട്ടിച്ചേർത്തുകൊണ്ട് പറയുന്നു, ആ മേഖല അത്യാവശ്യം എളുപ്പത്തിൽ ഇസ്രായേലിന് കീഴടക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന മേഖല പോലെയാണ് ഇന്റലിജൻസ് ഒക്കെ ഇസ്രായേലിനെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ മധ്യഗസയുടെ ഭാഗങ്ങളിലൊക്കെ വളരെ എളുപ്പത്തിൽ കീഴടക്കാൻ പറ്റും, അല്ലാത്ത പ്രതിരോധ കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇടിച്ചു കയറിയ സൈന്യത്തിന് നേരെ തലങ്ങും വിലങ്ങും അക്രമം നടത്തുന്നതും നിലനിൽപ്പില്ലാത്ത രീതിയിൽ അവർ പരക്കം പായുന്നതും അതോടൊപ്പം തന്നെ സൈനികർ കൊല്ലപ്പെടുന്നതും പരിക്കേൽക്കുന്നതും ആളെ തട്ടിക്കൊണ്ടുപോകുന്നതും കവചിത വാഹനങ്ങളും ടാങ്കുകളൊക്കെ കത്തിയാമരുന്നതൊക്കെ നിത്യ കാഴ്ച പോലെ ഉണ്ടാകുന്നു എന്ന് മാത്രമല്ല, അതിനപ്പുറം മൈനിങ് സ്ഫോടനത്തോട് കൂടിയിട്ട് സൈനികർ കൊല്ലപ്പെടുന്നതും കാണേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇസ്രായേൽ മാറിയിരിക്കുന്നു. നിങ്ങൾ ഗസയുടെ ഏത് ഭാഗത്താണ് സുരക്ഷിതമുള്ള ഒരു പ്രദേശം നിങ്ങൾക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല. ആകെ വിജയിക്കുന്ന കൂട്ടക്കൊല ചെയ്യുന്ന കാര്യത്തിൽ മാത്രമാണ്. അതല്ലാത്തരത്തിൽ യുദ്ധവുമായി ശത്രുവിനെ മുഖാമുഖം ഏറ്റുമുട്ടിക്കൊണ്ട് അതിജീവിക്കാൻ പാകത്തിലുള്ള ഒരു സംവിധാനം ഒരുക്കാനും ഗസയിൽ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല, യമനിൽ സാധിച്ചിട്ടില്ല, ഇറാനിൽ സാധിച്ചിട്ടില്ല. ഇറാനിൽ നിങ്ങൾ ഇട്ടെറിഞ്ഞു പോവുകയാണ്. വെടിനിർത്തൽ വേണമെന്നുള്ള ആവശ്യം ആദ്യമായിട്ട് ഉന്നയിച്ചത് ഇസ്രായേലാണ്, ഇറാൻ അല്ല. അപ്പോൾ ആയതിനാൽ തന്നെ ഞങ്ങളുടെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഈ സർവ്വ മേഖലയുടെയും നേതാവായിരിക്കുന്ന പ്രധാനമന്ത്രി അടക്കം കൊലപ്പെടുത്തിയത് ഞങ്ങൾ നിസ്സാരമായിട്ട് കണ്ടുകൊണ്ട് അവസാനിപ്പിക്കുന്നവരല്ല. നേതൃത്വം മാറും, പക്ഷേ മറഞ്ഞവർക്ക് വേണ്ടിയിട്ടുള്ള തിരിച്ചടി അവിടെ ബാക്കി വരുന്നു.
അങ്ങനത്തെ ഒരു കറുത്ത ദിവസം മാത്രമേ ഇനി മുന്നോട്ട് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. പകലിനെ രാത്രിയാക്കുന്ന തരത്തിൽ അതിശക്തമായിരിക്കുന്ന തിരിച്ചടി ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഉറപ്പായിട്ടും ഉണ്ടാവും. ആകാശവും ഭൂമിയും കടലും അടക്കം ഞങ്ങൾക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്കെതിരെ ആക്രമിക്കാനുള്ള എല്ലാ സംവിധാന കാര്യങ്ങളും ഞങ്ങൾ ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾക്കെതിരെ പ്രതിരോധം തീർത്തുകൊണ്ട് ഇസ്രായേൽ അല്ലാത്ത ഒരാളും ലോകത്ത് ശബ്ദിക്കില്ല എന്ന് ഉറപ്പാണ് അമേരിക്ക അടക്കം. അമേരിക്കയ്ക്ക് ഞങ്ങൾ അതിനനുസരിച്ചുള്ള തിരിച്ചടികൾ നൽകിയിട്ടുണ്ട്, നൽകി വരാറുണ്ട്. അപ്പോൾ അങ്ങനെയെല്ലാം കൂടി കൂട്ടി വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വരാൻ പോകുന്ന ദുരന്തങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒറ്റ വരിയിൽ അവസാനിക്കുന്നതല്ല എന്നുള്ളതും ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് സീപോർട്ട് എയർപോർട്ട് പോലെയുള്ള മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് മാറി നിൽക്കുന്നതാണ് ഉചിതം. അതല്ലെങ്കിൽ അതിന് ഉത്തരവാദി ഈ യമൻ ആയിരിക്കില്ല എന്നുള്ളൊരു പരാമർശം കൂടി ഇതിനോടൊപ്പം അവരെ എഴുതി ചേർത്തുകൊണ്ട് വിട്ടിരിക്കുകയാണ്. അത് എല്ലാ ഇസ്രായേലികളും അറിയുന്നതിന് വേണ്ടി, ആ ഗവൺമെൻറ് പ്രതിനിധികൾ അറിയുന്നതിന് വേണ്ടി, IDF അറിയുന്നതിന് വേണ്ടി ചില നിർദ്ദേശങ്ങൾ, ചില അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുണ്ട്. അത് ഇങ്ങനെയാണ്: ഇസ്രായേൽ ഇനി കറുത്ത ദിനമാണ് വരാൻ പോകുന്നത്. ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നെതന്യാഹു സുരക്ഷിതരാണ് എന്ന് അദ്ദേഹത്തിന് തോന്നുകയാണ്. പക്ഷേ അയാളും സുരക്ഷിതനല്ല. ലക്ഷ്യം കണ്ടുകൊണ്ട് തങ്ങൾ ആക്രമിക്കാൻ വേണ്ടി എല്ലാ തയ്യാറെടുപ്പും എടുത്തു കഴിഞ്ഞിരിക്കുന്നു. ആയതിനാൽ നിങ്ങളുടെ ദിവസത്തെക്കുറിച്ച് അല്ലെങ്കിൽ മരണവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ നാളിനെക്കുറിച്ച് നിങ്ങൾ തന്നെ വിധി എഴുതണം എന്നുകൂടി യഥാർത്ഥത്തിൽ യമൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുകയാണ്.